സിനിമാ രംഗത്ത് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ് നടി ഭാവന. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം "ഉപ്പാപ്പക്കൊരു പ്രേമമുണ്ടായിരുന്നു" എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയ ഭാവനയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. പിന്നീട് ഒന്നിനു പിറകെ ഒന്നായി ഭാവനയെ തേടി സിനിമകളെത്തി. നടികർ ആണ് ഭാവനയുടെ പുതിയ ചിത്രം. ടൊവിനോ തോമസ് നായകനാകുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ജീൻ പോൾ ലാൽ ആണ്. നമ്മൾ എന്ന കമൽ ചിത്രത്തിലൂടെയാണ് ഭാവന അഭിനയ രംഗത്തേക്ക് കടന്നുവന്നത്. പിന്നീട് മലയാളത്തിലെ മുൻനിര നായിക നടിയായി ഭാവന മാറി. തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഭാവനയ്ക്ക് തിരക്കേറി. സിനിമാ രംഗത്ത് നിന്നുള്ള തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഭാവന ഇപ്പോൾ. ജാങ്കോ സ്പേസ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഭാവന മനസ്സ് തുറന്നത്. സിനിമയിൽ വന്ന ശേഷം ആദ്യമായി വാങ്ങിയ വിലപിടിപ്പുള്ള സാധനം എന്തെന്ന ചോദ്യത്തിന് ഭാവന മറുപടി നൽകി. ആ സമയത്ത് അച്ഛനായിരുന്നു പൈസയുടെ കാര്യങ്ങൾ നോക്കിയത്. 15 വയസ്സിലാണ് സിനിമയിലേക്ക് വന്നത്. അന്ന് എനിക്കൊരു ഫോൺ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വാങ്ങിച്ചു തന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വാങ്ങിയെന്നും ഭാവന ഓർത്തു. തന്നെക്കുറിച്ച് വന്നതിൽ ഞെട്ടിച്ച ഗോസിപ്പുകളെപ്പറ്റി ഭാവന സംസാരിച്ചു. "ഞാൻ മരിച്ചുപോയെന്ന് കേട്ടിട്ടുണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത പലതും കേട്ടിട്ടുണ്ട്. ഞാൻ അമേരിക്കയിൽ പോയി അബോർഷൻ ചെയ്തു എന്നൊക്കെ വന്നു. കരിയർ തുടങ്ങി 1-2 വർഷത്തിനുള്ളിൽ കേൾക്കുമ്പോൾ എന്തായി എന്ന് തോന്നും. ആലുവയിൽ അബോർഷൻ ചെയ്തു, കൊച്ചിയിൽ അബോർഷൻ ചെയ്തു, ചെന്നൈയിൽ അബോർഷൻ ചെയ്തു എന്നൊക്കെ. ഞാനെന്തോ പൂച്ചയോ? ആരെങ്കിലും ചോദിച്ചാൽ ചെയ്തു എന്നങ്ങ് വിചാരിക്കുക. ഇനി അതേക്കുറിച്ച് ചോദിക്കരുതെന്ന് പറയും. ഒരു സമയത്ത് ഞാനും അനൂപേട്ടനും കല്യാണം കഴിഞ്ഞു, മുടങ്ങി, ഡിവോഴ്സായി തിരിച്ചു വന്നു എന്നൊക്കെ കേട്ട് അവസാനം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് താൻ കരുതിയെന്നും ഭാവന വ്യക്തമാക്കി. താൻ സീരിയസായ വ്യക്തിയല്ലെന്ന് ഭാവന വ്യക്തമാക്കി. "ഞാൻ സീരിയസ് ആകണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഞങ്ങൾ കുറേ നാളുകളായുള്ള ഗ്യാങ്ങാണ്." മെയ് 3-നാണ് ഭാവനയുടെ പുതിയ ചിത്രം നടികർ റിലീസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. മലയാളത്തിനു പുറമെ കന്നഡ സിനിമാ രംഗത്തും ഭാവന സജീവമാണ്. മലയാളത്തിൽ നിന്ന് മാറി നിന്നപ്പോഴും ഭാവന കന്നഡ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്.